she won't believe me. And it's so sad to think that she don't see what I see. But every time she asks me, do I look okay, I say, when I see your face, there's not a thing that I would change, 'cause you're amazing, just the way you are. And when you smile, the whole world stops and stares for a while. 'Cause girl, you're amazing, just the way you are. Yeah. Her lips, I could kiss them all day if she'd let me. Her laugh, she hates but I think it's so sexy. She's so beautiful, and I tell her every day. Oh, you know I never ask you to change. If perfect's what you're searching for, then just stay the same. So don't even bother asking if you look okay. You know I'll say, when I see your face, there's not a thing that I would change, 'cause you're amazing, just the way you are. And when you smile, the whole world stops and stares for a while. 'Cause girl, you're amazing, just the way you are. The way you are. The way you are. Girl, you're amazing, just the way you are. When I see your face, there's not a thing that I would change, 'cause you're amazing, just the way you are. സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. ഇവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിനോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എത്രയും തേളും മാതാവേ, നിന്റെ സങ്കേതത്തിൽ നിന്റെ സഹായം തേടി നിന്റെ മതിപ്രവേശത്തിലേക്ക്
There's no time to waste. Find a space and make it a home. Holding on to one another, intertwine the threads to hold. Through it all, we'll have each other, driving steady as we go. Carve your name into my everyday. Set the pace, you won't be alone. Every memory will uncover, every story will unfold. Through it all, we'll have each other, driving steady as we go. Carried away like we wanted, all the way home. Carried away like we wanted, all the way home. Carried away like we wanted, all the way home. Carried away like we പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവരുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളെ ഉൾക്കൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഇന്ന് എൻ്റെ വലയത്തിൽ വന്നുചേർന്നിരിക്കുന്ന നമ്മളെല്ലാവരും വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ്. നമുക്ക് പ്രിയപ്പെട്ടവരായ ജസ്ലീം അഖിലായ അവരുടെ വിവാഹ ജീവിതത്തിലേക്കുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് പ്രവേശിക്കുന്ന സുന്ദരമായുള്ള നിമിഷങ്ങൾക്ക് നമ്മളെല്ലാവരും ഇപ്പോൾ സാക്ഷികളാകാം. ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെ പേരിലും അതുപോലെ ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെ എല്ലാ ഘടകങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ കൃത്യമായ സന്തോഷത്തിൽ നേരുകയാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ സന്തോഷത്തിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നിങ്ങളോട് വേണ്ടി ആശംസിക്കുവാനായിട്ടുള്ള കാര്യം ഇതാണ്. ഇത് തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെ ഒരു അവസരം. പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ തയ്യാറെടുപ്പെടുമ്പോഴും നാമത്തിൻ്റെ ആഘോഷങ്ങളെപ്പോഴും വലിയ സന്തോഷം. പ്രത്യേകിച്ച് പ്രവേശിക്കുന്ന വധുവരന്മാർക്കും ഒരു കുടുംബാംഗങ്ങൾക്കും അവരോട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെ ഒരു അവസരം. ആ സന്തോഷം എല്ലാ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നിലനിൽക്കുവാനായിട്ട് ഇടയാകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആശംസയും. കാരണം സ്നേഹമാണ് കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. എല്ലാവരും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും എന്ന് പറയുക. തീർച്ചയായിട്ടും കുട്ടികളെ വളരെ പ്രാധാന്യമുള്ള നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹത്തിലാണ് കുടുംബത്തിൻ്റെ അടിത്തറയിൽ പറയുന്നത്. പലപ്പോഴും മുമ്പത്തെ കാലത്ത് ഏറെ കുടുംബങ്ങൾ കടന്നു പോകുന്ന വാർത്തകളെല്ലാം
എന്താണ് കുടുംബബന്ധം, എന്താണ് അവരുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും സ്നേഹത്തിൽ വളരുവാൻ ദമ്പതികൾക്ക് കഴിയാതെ വരുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ അതൊരു ബന്ധത്തിൻ്റെ ഒരു ചെറിയ തുടക്കം മാത്രമേയാണ്. എന്നാൽ അതിനുശേഷം ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് സ്നേഹത്തിലേക്ക് വളരേണ്ടതായിരുന്നു. സ്നേഹത്തിൻ്റെ പടിയിലേക്ക് വളരേണ്ടതായിരുന്നു. അതിനുശേഷം പിന്നീട് അവിടെ നിന്നാൽ സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ മാറി നിന്നാൽ തീർച്ചയായിട്ടും അതൊരു പരസ്പര സമർപ്പണത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വളരേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട സ്നേഹിച്ച പരസ്പരം സമർപ്പിച്ച ജീവിക്കുവാൻ ദമ്പതികൾക്ക് കഴിയുമ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ സന്തോഷത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും നിലനിൽക്കുവാനായിടയാകട്ടെ എന്നാണ് പ്രത്യേകമായിട്ട് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുവാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ദുരിതങ്ങളൊക്കെ യാത്ര ചെയ്ത് ചെന്നൈയിലൊക്കെ അതുപോലെ നമ്മളൊന്നും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തീർച്ചയായിട്ടും സന്തോഷത്തിൽ പങ്കാളികളാവാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മാത്രമല്ല നമ്മുടെ 16-ാം തീയതി വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ അടുത്ത ഇപ്പോൾ എല്ലാം ഞങ്ങളുടെ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടുതൽ അടുത്ത ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. കൂടുതൽ ദിവസങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചാൽ കർത്താവിനെ സമർപ്പിച്ച് നിങ്ങൾ ഒരുങ്ങണം എന്നുള്ളതാണ് സഭ ഒരു മനസ്സമാധാനവും ശേഷം പുറമെയുള്ള ആഘോഷങ്ങൾ മാത്രമല്ല. പുറമെ തീർച്ചയായിട്ടും നടത്തി. എന്നാൽ അതോടൊപ്പം തന്നെ ആത്മീയമായിട്ട് ഒരുപോലെ തയ്യാറെടുപ്പും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം കർത്താവ് ഒരുക്കേണ്ട പ്രധാനമായ സംഗീതക്കാരുണ്ട്. കർത്താവാണ് നിങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്തേണ്ട കർത്താവാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കണം. തുടർന്ന് പരസ്പരം പ്രാർത്ഥിക്കുകയും ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുകയും ചെയ്യുവാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ വിവാഹം ചെയ്യുവാനായി ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രിയകരമായി ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും സംരക്ഷിക്കണം. പിതാവും പരിശുദ്ധാത്മാവുമായ ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമയത്തോടും മാത്രമേ വിവാഹം ജീവിതത്തിലേക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് വിവാഹം ആശ്രയം നിന്റെ ഭാര്യയെ സ്വീകരിച്ചുകൊള്ളാണ് വിവാഹം ചെയ്യുന്നത്. ആശ്രയം മിശിഹായുടെ ദൈവവും തിരുസഭയുടെ നടപടിയനുസരിച്ച് വിവാഹം പ്രദാനം ചെയ്യുന്നു. മെസ്സി ജീവിക്കുന്നു. നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാണ് നീ വാഗ്ദാനം ചെയ്യുന്നത്. വിവാഹവാഗ്ദാനങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റാൻ സഹായിക്കുകയും ചെയ്യട്ടെ. വിവാഹവാഗ്ദാനം ചെയ്ത കാരുണ്യത്തിന്റെ വലം കേൾക്കണമേ. പരിശുദ്ധ
ഈ അവസരത്തിൽ പ്രാർത്ഥനയുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യായ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യം ഇവരുടെ സംരക്ഷണവും സഹായവുമായിട്ടെ. സർവ്വദേവ നാഥായ ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വാഗ്ദാനത്തിൽ അവിടുന്ന് തന്റെ വചനം ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തിൽ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും നിർമ്മിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹങ്ങൾ ഉദാശയായി അണയുവാൻ ദൈവങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹിതർ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കമ്പത്തിൽ പങ്കെടുത്ത എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I wanna live like no tomorrow and never think about yesterday, 'cause we could live without the sorrow. It's just perspective anyway. Even impossible is positive, 'cause it has the word possible in it. And the unthinkable is thinkable if you think for a minute. And even untrustable is trustable if you put trust in it, yeah. So put your trust in it, yeah. The best is yet to come. Don't worry about a thing. Whenever you feel down, don't let the troubles in. The sun is gonna come. Don't worry about the rain. Let's sit here for a while and watch it go away. And just take it easy. Let's take it easy and let the breeze in. Just take it easy. Don't really worry about the future, 'cause I will get there anyway. And it's okay to be a loser. It's how you face it anyway. Even impossible is positive, 'cause it has the word possible in it. And the unthinkable is thinkable if you think for a minute. And the unlovable is lovable if you put your heart in it, yeah. So put your heart in it, yeah. The best is yet to come. Don't worry about a thing. Whenever you feel down, don't let the troubles in. The sun is gonna come. Don't worry about the rain. Let's sit here for a while. Like the starlight, no beginning or end. Look into your eyes. I get lost in this moment. I never wanna leave. Like a story, don't know where it'll go. Oh, but I see all that I need to know. It's standing right in front of me. Time and time, I do it all again. Here and now is where it all begins. Oh, there's a million stars up overhead. Still I would find you right here all over again. Under the silent sky. Oh, I know it's true. Ashita Maria James, daughter of James Cogram and Tessie James, is an MBA graduate, currently working as a deputy manager in ICICI Bank,
dedicating their life each other unto the Lord. ദൈവത്തിന് ഇവരുടെ തുടർന്നുള്ള ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് നീങ്ങാണ്. അപ്പൊ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടതാണ്. സോ ദൈവത്തിന്റെ തന്നെ പ്രതിരൂപമായ മെഴുകുതിരി കത്തിക്കുന്നതിലൂടെയാണ് നമ്മൾ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. സോ ആദ്യമേ തിരിതെളിക്കുന്നത് ബ്രൈഡ് ടു ബിയും ഗ്രൂം ടു ബി ആയ ലെസ്ലിയും അഷിതയും ഒരുമിച്ച് ചേർന്നാണ്. Sunlight fell and reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. They say, hold on to this time we have, and let the light shine through. They say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through.
ऐसे क्यों कुछ तो लिखती हूँ, लिख के मिटाती हूँ मैं रात भर। ऐसे क्यों बातें खुद की ही खुद से छुपाती हूँ मैं आजकल। पर ये सब सोचना, दिल को यूं खोलना, सब कुछ कहकर ही सबको बताना जरूरी है क्या? ऐसे क्यों? ऐसे क्यों उसके होठों पे अच्छा लगता है मेरा नाम? ऐसे क्यों कुछ भी बोले वो मन में घुलता है ज़ाफ़रान? गिरता है गुलमोहर ख्वाबों में रात भर, ऐसे ख्वाबों से बाहर निकलना जरूरी है क्या? ऐसे क्यों? हाँ क्यों? हाँ क्यों? वो कुछ भूलना ऐसे क्यों? कुछ भूलना। अक्सर तुमसे मिलकर मुझको घर सा लगता है, फिर क्यों दिल ही दिल में कोई डर सा लगता है? मुझको घर सा लगता है, फिर क्यों दिल ही दिल में कोई डर सा लगता है? बीता जो वाकया सोचो मैं क्यों भला, बीती बातों से दिल को दुखाना जरूरी है क्या? ऐसे क्यों? हाँ क्यों? हाँ क्यों? वो कुछ बोले